അപ്പുറത്തിരിക്കുന്നവർ കൊടുക്കും. പുഷ്പെടുത്ത് കൊടുക്കുക. മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ച് പുഷ്പം എടുത്ത് കൊടുത്തോളൂ. മോതിരമാരത്തിന് സമയമായി, കുട്ടിയെ വിളിക്കുക. മോളെ സമയമായി, ലക്ഷ്മിയെ വിളിക്കുക. ആന്റി, മുഹൂർത്ത സമയമായി, വേഗം ചെല്ലാൻ പറഞ്ഞു. ആ മോളെ വേഗം ആവട്ടെ. അങ്ങോട്ടിരുന്നോളൂ, ആ പുഷ്പം എടുത്ത് കൊടുക്കുക. മോളെ പൂവെടുത്തോളൂ. ഈശ്വരനെ ധ്യാനിച്ച് പൂവിട്ട് തൊഴുതോളൂ. അവിടെയല്ല. വാട്ട് ഈസ് ദിസ്? മോളെ ഇവിടെയല്ല, അവിടെ. അയ്യോ തെറ്റിപ്പോയല്ലേ. സോറി സോറി കേട്ടോ മോളെ. സോറി കേട്ടോ. എന്താ ഇത്? ക്ഷമിക്കണേ. എന്താ ഈ കാണിക്കണേ? ലക്ഷ്മി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അല്പം ചോർന്നു പോയി. മോളെ ലക്ഷ്മി, സോറി മിസ്റ്റർ ശർമ്മ. വരൂ മോളെ. Diazepam 5 mg intravenous. That will do. Yes, doctor. ഭയപ്പെടാനൊന്നുമില്ല. ഒരു മൈനർ ഇംബാലൻസ്. എനിക്കിപ്പം സംസാരിക്കാനുണ്ട്. അച്ഛനോട്, അമ്മയോട്, പിന്നെതാ ഈ കൂട്ടുകാരിയോട്. കുട്ടിക്ക് എന്താ അസുഖം? നമുക്ക് പിന്നീട് സംസാരിക്കാം. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ലക്ഷ്മി, മോതിരം മാറ്റം അലസിയല്ലേ? ഹരിയേട്ടന്റെ ബുദ്ധി കലക്കി. ഒരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും കെട്ടു, അതും ഒരു സൈക്കാട്രിസ്റ്റ്. ഓഹോ, അപ്പൊ ഇതും അയാളുടെ ബുദ്ധിയായിരുന്നല്ലേ? യെസ്. ഹൗ വാസ് മൈ പെർഫോമൻസ്? യു സ്റ്റുപ്പിഡ്, യൂസ്ലെസ്, ഫൂൾ. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ജൂലി പ്ലീസ് കളിക്കല്ലേ മോളെ. ഞങ്ങളുടെ പ്ലാൻ എല്ലാം തെറ്റും. പ്ലീസ്. കോലോത്തെ അടിച്ചുതളിക്കാരി, കുഞ്ഞിക്കാവിന്റെ മകൻ ഹരി, ലക്ഷ്മിയുടെ കളിക്കൂട്ടുകാരൻ. ആരുടെയോ മാലയോ വളയോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞിക്കാവിനെയും മകനെയും പുറത്താക്കിയത്. മോഷണം സത്യമോ അസത്യമോ അറിയില്ല. കുഞ്ഞിക്കാവിന്റെ മരണശേഷം ഹരി ഏതോ ഓർഫനേജിലായി എന്ന് കേട്ടു. ഈശ്വര, അവൻ പ്രതികാരത്തിനിറങ്ങിയത് എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ നേർക്കാണല്ലോ. ഇതൊക്കെ ആലോചിച്ച് തളരരുത്. ഹരിപ്രസാദിന്റെ പ്ലാനിങ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കിഡ്നാപ്പിംഗ്, അതും ലക്ഷ്മിയുടെ അറിവോടെ. നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലക്ഷ്മി അയാൾ നിസ്സാരമായി കടത്തിക്കൊണ്ടു പോവും. ഇനിയുള്ള കഥകളെല്ലാം സാറിന് അറിയാമല്ലോ. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഹരിപ്രസാദ് ലക്ഷ്മിയുമായി രക്ഷപ്പെട്ടു. പോലീസ് കേസിനൊന്നും പോയില്ലെങ്കിലും തമ്പുരാൻ നാടുനീളെ അന്വേഷകരെ അയച്ചു. കണ്ടെത്താനാവാതെ അവർ മടങ്ങിയതോടെ തമ്പുരാനും തകർന്നു. 1 മാസത്തോളം ക്ലാസ്സിൽ പോകാതെ ഹോസ്റ്റലും വീടുമായി ഞാനും സമയം കഴിച്ചു. ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി മാത്രമല്ല, ഹരിപ്രസാദിന് വേണ്ടിയും. ഒരു നാൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ എന്റെ ഹോസ്റ്റൽ റൂമിലെത്തി. ജൂലി, ജൂലി,
ഐ എം സോറി. നിന്നെയും വഞ്ചിക്കേണ്ടി വന്നു. അന്ന് ഹരിയേട്ടനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യുമായിരുന്നു. ചെയ്തു. സോറി മോളെ, ക്ഷമിക്കടി. ദിസ് ഫ്രം ബോംബെ. ഇത് ഊട്ടിന്നാ. ഇത് ബാംഗ്ലൂർ. ആ ഇത് കണ്ടോ, ജമ്മുന്നാ. അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായേ നിനക്കൊരു അസൽ കാശ്മീരി ചായ ഉണ്ട് കേട്ടോ. ആ ഒന്ന് വന്നേ. എന്തിനാ? ഹരിയേട്ടൻ കാറിലിരിപ്പുണ്ട്, വാ പരിചയപ്പെടുത്താം. ഇങ്ങോട്ട് കയറി വന്ന് നിന്നെ കാണാൻ പുള്ളിക്കൊരു ചളിപ്പ്. ഇല്ല, ഞാനില്ല. വേണ്ടെങ്കി വേണ്ട, ഇനി ഒരിക്കലാകാം. നീ കോകിലകത്ത് പോയോ? ഞാൻ ഇന്നലെയും പോയിരുന്നു. ആദ്യത്തെ ഷോക്ക് മാറി. ഇപ്പോ ദേ ആർ നോർമൽ. നീ അവിടെ വരെ ഒന്ന് പോണം. എന്നെ തേടി നീ വരുമ്പോ നിങ്ങൾ രണ്ടാളും കൂടെ കോവിലകത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു തമ്പുരാൻ. സത്യം? സത്യം. പിന്നെ തമ്പുരാട്ടിയുടെ മാരീഡ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഐ എം വെരി ഹാപ്പി. ഇത് കള്ളല്ലോ. ഇനി ഞാൻ എന്റെ മോളോട് നുണ പറയില്ല. ഹണിമൂൺ എങ്ങനെയുണ്ടെന്ന് പറ. പോടി. ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പറയടി പെണ്ണെ. ഹരിയെക്കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാവുന്നു എന്നെനിക്ക് ബോധ്യമായി. ശരിക്കും ലക്ഷ്മിക്ക് ചിത്തഭ്രമം പിടിപെട്ടോ എന്നുകൂടി ഞാൻ സംശയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ലക്ഷ്മി എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. ജൂലി, നിനക്ക് ലക്ഷ്മിയുടെ ഫോൺ. ലക്ഷ്മിയുടെ ഫോണോ? ഹലോ ലക്ഷ്മി. ഹലോ ജൂലി. ജൂലി നീ വേഗം എത്തണം. എന്താ ലക്ഷ്മി കാര്യം? ജൂലി പ്ലീസ്. ലക്ഷ്മി ഹലോ. അതാ ഇവിടെ തന്നെ. രക്ഷപ്പെട്ടുകൂടാ. ശിക്ഷിക്കപ്പെടണം സർ. മൃഗീയമായി ശിക്ഷിക്കപ്പെടണം. എവിടെ ഏത് കോടതിയിലും ഞാൻ വരാം. ഏക ദൃക്സാക്ഷി ഞാനാണ് സർ. ഹരി, എന്താ എടാ, നിന്നെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു. എന്നെ കാണാൻ ആര് വരാനാ? വരാനുള്ള ആൾക്ക് വരാൻ കഴിയില്ലല്ലോ. വല്ല പത്രക്കാരുമായിരിക്കും. പോവാൻ പറ. അത് അവരൊന്നും അല്ലെന്നേ, ബോംബെന്ന് വന്നവരാണെന്നാ പറഞ്ഞു കേട്ടത്. ഞാൻ സൂപ്രണ്ട് സാറിന്റെ മുറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാരെ കണ്ടതും സൂപ്രണ്ട് ചാടി എഴുന്നേറ്റു. നിന്നോട് വിസിറ്റേഴ്സ് റൂമിലേക്ക് വരാൻ പറഞ്ഞു.